ഇന്നലെയാണ് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയുടെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വാർത്താ പകലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി മുഖ്യപ്രതിയായ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന കേസിൽ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലഹരി മരുന്ന് വാങ്ങിയവർക്ക് പ്രതി എഡിസൺ തുടക്കത്തിൽ ഡിസ്കൗണ്ട് നൽകി എന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നത്. 70 ലക്ഷത്തിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടാണ് ഈ പ്രതികൾ നടത്തിയിരിക്കുന്നത്. എഡിസന്റെ ചിത്രം 24 ലഭിച്ചു. കേസിൽ 3 പേരെ കൂടി ഇന്ന് പിടികൂടിയിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുള്ള ലഹരി കച്ചവടം നടത്തിയതിന് NCB അറസ്റ്റ് ചെയ്ത എഡിസനെ കുറിച്ച് നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയതായും മാസം തോറും 10,000-ലേറെ LSD സ്റ്റാമ്പുകൾ വിൽപ്പന നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വഴിയിൽ പുതിയ ഇടപാടുകാരെ കണ്ടെത്താൻ വിൽപ്പന സമയത്ത് ഡിസ്കൗണ്ട് നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ എഡിസന് പുറമെ വാഗമൺ സ്വദേശിയുടെയും വാഴപ്പള്ളി സ്വദേശിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. കെറ്റാമെലോൺ എന്ന ശൃംഖലയിലൂടെ നിരവധി പേർക്കാണ് ഇവർ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. രാജ്യത്ത് ഭോപ്പാൽ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവരുടെ ശൃംഖല വ്യാപകമായിരുന്നതായും കണ്ടെത്തി. എഡിസന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ച 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തി. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണമാണിതെന്നാണ് സൂചന. ലഹരി കേസിൽ ഡേവ്സൺ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായതിനു പിന്നാലെ ബന്ധുക്കൾ മൂവാറ്റുപുഴ നഗരത്തിലെ വീട് പൂട്ടി എങ്ങോട്ടോ മാറിയിരിക്കുകയാണ്. കേസിൽ ബന്ധുക്കൾക്കും പങ്കുണ്ടോ എന്ന വിവരം അന്വേഷണ പരിധിയിലുമാണ്. പ്രദേശവാസികളുമായി വലിയ ബന്ധം പുലർത്താത്ത ആളാണ് പ്രതിയെന്ന് നാട്ടുകാരും പറഞ്ഞു. പരിചയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നു പോകാനുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പരിചയം ആർക്കുമില്ല. ആരോട് ബന്ധപ്പെടണല്ലോ. വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടത്തിയില്ല, വേറെ ആരും പറഞ്ഞ. സാമ്പത്തിക ഇടപാടിന് പുറമെ ആരെയൊക്കെയാണ് എഡിസൺ കച്ചവടത്തിൽ പങ്കാളിയാക്കിയിരിക്കുന്നതെന്നതും അന്വേഷണ വഴിയിലാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി ശൃംഖല തകർത്തുവെങ്കിലും ശൃംഖലയിലെ മുഖ്യപ്രതികളെ പിടികൂടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനന്തുവിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി.